ട്രെയിനിന് മുന്നിൽ ചാടിയ 17കാരി വീട്ടിൽ നിന്നും ഷാമ്പു വാങ്ങാൻ കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ഒപ്പമുണ്ടായിരുന്ന ശ്രീജിത്തിൻ്റെ ഭാര്യയുടെ വീടിന് സമീപം പെൺകുട്ടിയുടെ വീട് വീടിന് സമീപത്തായിരുന്നു. ഇരുവരും തമ്മിലുള്ള അടുപ്പം വീട്ടുകാർ പല തവണ വിലക്കിയിരുന്നു. ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്ന് പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാനും വീട്ടുകാർ ശ്രമിച്ചിരുന്നതായി പോലീസിൻ്റെ വെളിപ്പെടുത്തൽ വരുന്നു. കഴിഞ്ഞ ദിവസമാണ് കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യുവാവും വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത്. അധികം ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനാണ് കരുവാറ്റ. ഇവിടേക്ക് ബൈക്കിലെത്തിയ 38കാരനായ ശ്രീജിത്തും 17കാരിയായ വിദ്യാർത്ഥിനിയും ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നു. ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്കാണ് ഇരുവരും ചാടിയത്. മരിച്ച ശ്രീജിത്തും പെൺകുട്ടിയും കരുവാറ്റയിലെ 1-ാം പ്ലാറ്റ്ഫോമിലെത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥർക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നിയിരുന്നു. സമീപത്തുണ്ടായിരുന്ന ഗേറ്റ് കീപ്പർ ഇരുവരെയും ശ്രദ്ധിച്ചിരുന്നു. ട്രെയിൻ വരുന്നത് കണ്ടിട്ടും ഇരുവരും ചെരിപ്പൂരിയ ശേഷം മുന്നോട്ട് നീങ്ങുന്നത് കണ്ടപ്പോൾ അപകടം മനസ്സിലാക്കിയ ഗേറ്റ് കീപ്പർ ചാടല്ലേ എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇരുവരും ഇത് കേൾക്കാതെ ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നു. വലിയ വളവുകളൊന്നുമില്ലാത്ത റെയിൽവേ പാളമാണ് കരുവാറ്റയിലുള്ളത്. അതിനാൽ ട്രെയിൻ വരുന്നത് കണ്ടിട്ട് തന്നെയാവാം ഇരുവരും ചാടിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. മരിച്ച ശ്രീജിത്ത് വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. ദേവിക ഗവൺമെൻറ് ബോയ്സ് HSS സ്കൂളിലെ +1 വിദ്യാർത്ഥിനി. അപ്പോൾ 18 പോലും തികയാത്ത ഒരു യുവതിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു തരത്തിലുള്ള അബദ്ധം ചെയ്തിരിക്കുന്നത്. പല തവണ വിലക്കിയിട്ടും ഈ ഒരു അടുപ്പം തുടരുകയായിരുന്നു. 38കാരനൊപ്പം ട്രെയിനിന് മുന്നിൽ ചാടിയ 17കാരി ഇറങ്ങിയത് ഷാമ്പു വാങ്ങാനെന്നും പറഞ്ഞ്. കഷ്ടം.